ഹലോ ഗൈസ്, വെൽക്കം ടു വർഗീസ് ഫ്ലോ. ഇന്ന് നമ്മൾ പോകുന്നത് നന്ദി ഹിൽസിലേക്കാണ്. ഞാൻ പോകുന്ന ഒരു ഞായറാഴ്ചയാണ്, അതായത് ഓഫുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 15 കിലോമീറ്റർ അടുത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ഞായറാഴ്ച ഓഫ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഒക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം ഈ നല്ല സൈറ്റ് സീയിങ് ഉള്ളിടത്തെല്ലാം, നല്ല വ്യൂസ് ഉള്ളിടത്തെല്ലാം നിന്ന് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ബൈക്കിലാണ് യാത്ര വന്നത്. ഞങ്ങൾ വന്ന സമയത്തൊന്നും കാറൊക്കെ ഒന്നും കയറ്റി വിടത്തില്ലായിരുന്നു. നല്ല തിരക്ക്, നല്ല റഷുള്ള ഒരു ടൈമാണ്. അതായത് രാവിലെ 5 മണിക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇവിടെ ഒരു 5:30 ആ ഒരു ടൈമിൽ 5:30 6 മണിയായി. അതായത് അത്രമാത്രം തിരക്കും റഷും ഉള്ളൊരു ഇതാണ് നമ്മൾ പോകുന്നത്. ആണോ, ഞങ്ങൾ ഒരു 5 മണിക്ക് ഞങ്ങളവിടെ തുടങ്ങി. ഒരു 5:30 ആയപ്പോഴത്തേക്ക്, 5:45 ആയപ്പോഴത്തേക്കാണ് ഞങ്ങളിവിടെ. ആ ഒരു ടൈമിലും ഇവിടെ നല്ല തിരക്കാണ്. അതായത് ഇവിടെ എല്ലാം ഞങ്ങളെക്കാളും മുന്നേ എന്തോരം ആൾക്കാർ വന്ന് നോക്കി. നല്ല തിരക്കും നല്ല ഇതുമാണ്. ഞങ്ങൾ നിർത്തിയായിരുന്നു. എന്ന് വെച്ചാൽ അത്രമാത്രം തിരക്കും കാര്യങ്ങളും, അത്രമാത്രം വണ്ടിയും അത്രയാണ് ഇവിടെ. ഇനിയിപ്പോൾ നമ്മുടെ കൂടെ വന്നൊരു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ടീംസ് അങ്ങ് നിൽക്കുകയാണ് അവിടെ പാർക്ക് ചെയ്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സുരേഷിന്റെ കുഴി ഇയാൾക്ക് കുഴിയൊന്നും വലിയ ബാധമില്ല. ടിക്കറ്റ് കൊടുക്കണം. ടിക്കറ്റ് ഒന്നും എടുക്കണം. ഈ വഴി എല്ലാം കേറാൻ പറ്റുമോ നോക്കി. ഓ അതാ അവൻ പറഞ്ഞെടുക്കാം. അങ്ങനെ ഇവിടെ എത്തിയിട്ടിരിക്കല്ലേ. ഞാനാരാ ഉറക്കപ്പിച്ച് ഞാൻ തോന്നി. ടിക്കറ്റ് കൊടുക്കണം. അവിടെ പോയി ടിക്കറ്റ് എടുക്കണോ? മുകളിൽ ടിക്കറ്റ് കാണിക്കണോ? പോലീസുകാർ ഹൈറ്റിലെ ഹെൽമെറ്റ് കിട്ടും. എന്നാ തിരക്കത് വലിയ സുരേഷേട്ടാ, എന്തൊരു തിരക്കത്, എന്തൊരു തിരക്കാന്ന് ഓടി വന്നാ വയനാട് ചുരക്കാണ്ട വരി പോയി കണ്ടുവരാത്താ. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ പോയത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ്. രാവിലെ തന്നെ ആയാലും നല്ല ക്യൂ ഉണ്ട്. ടിക്കറ്റ് എടുക്കുന്നിടത്ത് നല്ല ക്യൂ ഉണ്ട്. അതായത് ലിക്വിഡ് ക്യാഷ് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഗൂഗിൾ പേയും ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല അവിടെ. അതാണ് അവിടുത്തെ ഒരു സീൻ എന്ന് പറയുന്നത്. ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യത്തില്ല, നെറ്റ്വർക്ക് ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഈ ഇതായതുകൊണ്ട് തന്നെയും ഈ നെറ്റ്വർക്ക് ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഞങ്ങളും ആദ്യം ലിക്വിഡ് ക്യാഷ് ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ കുറച്ച് എമർജൻസി ഫണ്ടായിട്ടെന്നുള്ള രീതിയിൽ കുറച്ച് ലിക്വിഡ് ക്യാഷ് ഉള്ളതുകൊണ്ട് തന്നെയും അതെടുത്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങൾക്കും കയറാൻ പറ്റത്തില്ല. ഇവിടെ ടിക്കറ്റ് ഇത് കാണിക്കാൻ ഒന്നും ആരും കയറ്റത്തുമില്ല. അത്രമാത്രം ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ടിക്കറ്റ് എടുത്തതിൻ്റെയാണ് 200, 5 പേർക്കായിട്ട് എടുത്തതിൻ്റെ ടിക്കറ്റ്. പിന്നെ ഞങ്ങൾ നേരെ അത് കയറി പോവാണ്. രാവിലെ തന്നെ ആയിട്ട് നല്ല തിരക്കുണ്ട്, നല്ല ആളുകളുണ്ട്. ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നും ഇങ്ങോട്ട് വന്നിട്ടുള്ളവരാണ് ഇത്രയും പേര്. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള ഒരു സുരേഷ് ചേട്ടനും പുള്ളിക്ക് അറിയത്തുള്ളൂ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളത്. പുള്ളി കുറേ നാളുകൊണ്ട് ബാംഗ്ലൂർ തന്നെ ഉള്ളതുകൊണ്ടും പുള്ളിക്ക് ഇത് നല്ല പരിചയമുണ്ട്. പുള്ളിയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടൊക്കെ. പിന്നെ ഞങ്ങൾ
സൺറൈസ് കാണാനും ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് നേരെ. അരുള് നീ എന്താ കൊണ്ടിട്ട് വന്നേ? ഞാൻ പറഞ്ഞില്ല അതില മുന്നാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു വട്ടമെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നന്ദി ഹിൽസ് എന്ന് പറയുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല വൈബാണ്. ഇത് കുറേ നടക്കാനുണ്ട്, കുറേ നടന്ന് നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നല്ല കോട ഇറങ്ങി ഇരിക്കുന്നൊരു സമയമാണ് ഈ ഒരു ടൈമെന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ നല്ല പിന്നെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ പോകും. പിന്നെ ഒത്തിരി നടക്കാനുണ്ട്, കയറി പോകുന്നതുകൊണ്ട്. പിന്നെ ഈ പോകുന്ന വഴി തന്നെ പല ഡീവിയേഷനുകളുണ്ട്, പല സ്ഥലത്തോട്ടും പോവാം. ഫോട്ടോ എടുക്കുന്ന ഇതാണെങ്കിലും നല്ല ഇതിലും. ഞങ്ങൾക്ക് പിന്നെ മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ചുറ്റുപാടും നോക്കി നല്ല കോട ഇറങ്ങി തന്നെ കിടക്കുക. കൂടുതലും മലയാളികളെയാണ് മലയാളികളുണ്ട്, തെലുങ്ക്, ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ. ഞങ്ങളതിന് മെയിൻ സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളെ കൊണ്ടുപോകുന്നത് സുരേഷ് ചേട്ടനാണ് ഇതിനെ പറ്റി അറിയത്തുള്ളൂ. പുള്ളിക്കാണ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നത്. ഇന്നതാണ് എന്നുള്ള കാര്യങ്ങളായാലും നല്ലൊരിതാണ്. എന്ത് നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലെ തന്നെ നല്ല അടിപൊളി വ്യൂ. എത്രയോ ആൾക്കാരാണെന്ന് പറയും, ഇനി വരാനുണ്ട്. ഇപ്പം തന്നെ നല്ല ആൾക്കാരുണ്ട്, നല്ല ക്രൗഡുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ വരാനുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളിവിടെ ഒന്ന് ഇരുന്നു. ഫോട്ടോ എടുക്കണം, അതേപോലെ തന്നെ ഇതാണ് മെയിൻ. ഞങ്ങൾ പിന്നെ കുറച്ച് ഒതുങ്ങി മാറിയൊരു സ്ഥലത്തോട്ട് മാറി നിന്നു. അതായത് വലിയ ആളില്ലാത്തൊരു സ്ഥലത്തോട്ട് ഇങ്ങോട്ട് നീങ്ങി നിന്നു. ഞങ്ങൾ മെയിനായിട്ട് ഫോട്ടോ എടുക്കണം. ഇവിടെ വന്ന ഉദ്ദേശം തന്നെ ഫോട്ടോ എടുക്കുക എന്നുള്ള മാർഗത്തിൽ ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം ഞങ്ങൾ ഈ കാര്യമെല്ലാം ഫോട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നല്ല ഒരു സൺറൈസ് വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് നമ്മളൊരു സൺറൈസ് കാണുന്നുണ്ട്. അതിപ്പം ആ ഒരു സമയത്താണ് നല്ലൊരു ബഹളം കേൾക്കുന്നത്. നല്ലൊരു ബഹളം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതാണ്ടാണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുവാണ്. അത് നമ്മൾ ആദ്യമൊക്കെ മല മുകളിലാണ്, പിന്നെ അങ്ങ് മങ്ങുന്നുണ്ട്, മേഘത്തിൻ്റെ ഇടയിലേക്ക് കയറിപ്പോയി. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു, കാണാൻ പറ്റിയത് നല്ലൊരു ഇതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോയി. അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് യാരാലേ? രായപ്പനാലയാ? സുരേഷേട്ടാ, ഇത് യാരാലേ? രായപ്പനാലയാ? ആ പോവും എങ്കടാ പൊയ്ക്കോ. ഇത് കഴിഞ്ഞിട്ട് എന്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കും. പോസൊക്കെ നല്ലതാ, പക്ഷേ കൊള്ളാം. ഹൊയ് ഇവിടെ മഴയും പെയ്യുന്ന നല്ല തണുപ്പും இல்லையா? எப்படி இருக்கு? நல்லா இருக்கா? என்ன நல்லா இருக்கு?
എന്നാ നല്ല ഇருக்கு അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടാ ഏരിയ നീ എങ്ക പേടാ. അങ്ങനെ വെയിൽ വന്നു തുടങ്ങി. നമ്മൾ രാവിലെ കയറിയപ്പോൾ നല്ല കോട മൂടിക്കിടന്നൊരു സ്ഥലമാണ്. ഇപ്പം എന്താണ്ടേ അപ്പോൾ ഏതാണ്ട് അതെല്ലാം തെളിഞ്ഞു വരുന്നു. മലയുടെ താഴെയുള്ള അടിവാരം എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. അവിടെ ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകാനുള്ളതാണ്, നന്ദി ഹിൽസിലോട്ട് പോകാനുള്ള ആ ഇതാണ്. കാറുകളെല്ലാം കിടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്.